ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ്. ഞാനിപ്പോൾ ഒരാളും കൂടി വരുന്നുണ്ട് സാറേ. എൻ്റെ ഓട്ടോറിക്ഷ ഇവിടെ എടുത്തത് ആ ചേട്ടനോട് വരച്ചോ. സാറേ ഇവിടുത്തെ ഈ ആംബുലൻസ് ഞങ്ങൾ പൊക്കിയിട്ട് പൊങ്ങാൻ വയ്യ. വണ്ടിയിൽ വെള്ളമുണ്ടോ? വെള്ളം നോക്കിയടാ. ഞങ്ങൾ ആരാ ഓട്ടം വിളിച്ച? അത് സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. എറണാകുളത്ത് വനിതാ ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച ശേഷമുള്ള ദൃശ്യങ്ങളാണിത്. വൈപ്പിൻ പള്ളത്താംകുളങ്ങര ഓട്ടോ സ്റ്റാൻഡിലെ ജയയ്ക്കാണ് ക്രൂരമർദ്ദനമേറ്റത്. ഓട്ടം വിളിച്ച് 3 പുരുഷന്മാരാണ് ജയയെ മർദ്ദിച്ചത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജയ ഇപ്പോൾ. ഒരാൾ ബസ്സിന് വന്നിറങ്ങിയിട്ട് ഇല്ലത്തോടി പെട്രോൾ പമ്പിന് അവിടെ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓട്ടം വിളിച്ചത്. അങ്ങനെ ഈ ദേവസ്വം നട ചെന്നപ്പോക്കും വേറെ 2 പേരും കൂടി കയറി ഓട്ടോയിൽ. എന്നിട്ട് ഇവർ അവിടെ ദേവസ്വം നടക്ക കുറച്ചു നേരം ഒരു ബിയറിൻ്റെ ഇതുണ്ട്, അവിടെ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് എടപ്പിൽ സിഗ്നലിൽ അവിടെ ചെന്നിട്ട് അവിടെ ഒരു കൂട്ടുകാരൻ്റെ നിന്ന് പൈസ മേടിച്ചിട്ട് വേണം ഹോസ്പിറ്റലിൽ കൊടുക്കാനായിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞാൽ വിളിച്ചത്. എന്നിട്ട് അവിടെ ഒരു 3/4 മണിക്കൂർ കൂടുതൽ അവിടെ നിർത്തി. എന്നിട്ട് പൈസ മേടിച്ചിട്ട് പിന്നെ ഇവർ അവിടെ പോയിട്ട് ഓരോ സ്ഥലത്തും ഇങ്ങനെ നിന്ന് വൈകിയാണ്. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ പള്ളത്താളവരെ ബീച്ചിൻ്റെ അവിടെ എത്തിയവരെ വണ്ടി അവിടെയാണ് വെച്ചേക്കണേന്ന് പറഞ്ഞു. ഇവരൊരു ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷൻ ചെയ്യാനായിട്ടാണ് വന്നേക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത്. അപ്പോൾ വണ്ടി നോക്കിയിട്ട് ഇവർ ആദ്യം പറയും വടക്ക് ഭാഗത്താണ് വെച്ചേക്കണേന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ വണ്ടികളൊന്നുമില്ല. പിന്നെ പറയും തെക്ക് ഭാഗത്താണ് വെച്ചേക്കണേ. അങ്ങനെ നോക്കി ഇവർ ഇരുട്ടുള്ളൊരു ഭാഗം വന്നപ്പോൾ അവർ വിളിച്ച് ചേച്ചി ഇങ്ങോട്ട് പോകാൻ, ഞങ്ങൾ വണ്ടി അവിടെ വെച്ചേക്കണേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറഞ്ഞു അങ്ങോട്ടൊക്കെ ഇരുട്ടാണ്, ഞാൻ വന്നില്ല, നിങ്ങൾ അതുവഴി നോക്കി, ഞാൻ റോഡ് സൈഡ് ഉണ്ടാകുന്ന നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാൽ ഒരാൾ ഓടി വന്ന് വായ കുത്തിപ്പിടിച്ചിട്ട് ബാക്കി 2 പേരും വന്ന് നല്ല ഇടിച്ച് കയ്യിൽ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. ഇപ്പം നട്ടലിന് പൊട്ടലുണ്ട്, കൈ ഒടിഞ്ഞിട്ടുണ്ട്, ഈ വാരിയിൽ ഇനി പൊട്ടലുണ്ട്, ഈ ലങ്സിൻ്റെ അവിടെ ഇങ്ങനെ ഇപ്പോൾ കുത്തി ഇതാക്കിയിട്ട് എങ്ങനെയാണ്. ഈ ഒരു അനിയത്തി നടന്നിട്ടാണ് ഓട്ടോ ഓടിച്ചത്. എൻ്റെ അമ്മക്കാണെങ്കിൽ വയ്യാത്തതാണ്. എൻ്റെ അനിയത്തി ഓട്ടോ ഓടിച്ചിട്ടാണ് ഈ കുടുംബം നോക്കണത്. അപ്പം എൻ്റെ ശരീരത്തൊന്നും തൊടാൻ പോലും പറ്റണില്ല, അതുപോലെ ഇടിച്ച് നുറുക്കിയിട്ടേക്കണേ. നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ഇപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ ജയ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മർദ്ദിച്ചതിൻ്റെ കാരണവും ആരാണ് മർദ്ദിച്ചതെന്ന കാര്യത്തിലും ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അവരെ തിരിച്ചറിയാൻ ഈ ഓട്ടോ ഡ്രൈവർക്ക്, ഈ ജയയ്ക്ക് കഴിയുമോ? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ അന്വേഷണം, ഈ പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള പോലീസിൻ്റെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? എന്തായാലും അത്യധികം വിഷമിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണിത്. ഓട്ടോ ഓടിച്ച് കുടുംബം പുലർത്തുന്ന ഒരു യുവതി, ജയ എന്നാണ് പേര്, അവർക്കാണ് ഇത്തരത്തിൽ 3 യുവാക്കളുടെ മർദ്ദനമേറ്റിരിക്കുന്നത്. പക്ഷെ അത് ആരാണെന്നോ എന്തിനാണ് ഇങ്ങനെ മർദ്ദിച്ചതെന്നോ ഇപ്പോഴും കുടുംബത്തിനോ ജയയ്ക്കോ അറിയില്ല. ഇവരെ മുൻപ് കണ്ട് പരിചയം പോലുമില്ല. എന്തായാലും ഇന്നലെ വൈകുന്നേരം 6 മണിക്കായിരുന്നു ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഇവരെ ഓട്ടോ വിളിക്കുന്നത്. അതിൽ ആ സമയത്ത് ഒരു യുവാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവിടെ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകണം, അവിടെ ഒരു ആക്സിഡന്റ് കേസുമായി ബന്ധപ്പെട്ട് പോകാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. ഇയാൾ മെഡിക്കൽ കോളേജിലേക്ക് കയറിപ്പോയി തിരിച്ചു വരികയും ചെയ്തു. അതിനുശേഷം 2 സുഹൃത്തുക്കൾ പറവൂരിൽ നിന്നും ചെറായിലേക്ക് പോയി. അവിടെ നിന്ന് 2 യുവാക്കൾ ആ ഓട്ടോയിൽ കയറുകയും തിരിച്ച് വീണ്ടും സ്റ്റാൻഡിലേക്ക് എത്തുകയും ചെയ്തു. ആദ്യം പണം കൊടുത്തു. അതിനുശേഷം തന്റെ ഇരുചക്ര വാഹനം ബീച്ചിനടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ആ ഓട്ടോ വിളിച്ച് അങ്ങോട്ടേക്ക് പോവുകയായിരുന്നു. ആ സമയത്ത് അവിടെയൊക്കെ പരിശോധിച്ചപ്പോൾ ആ ഓട്ടോ ഇല്ലാന്ന് മനസ്സിലായി. പിന്നീട് ഈ മൊബൈലിന്റെ പൈസ ചോദിച്ചപ്പോഴാണ് മൊബൈലിന്റെ ലൈറ്റ് ഓൺ ചെയ്യൂ എന്ന് പറഞ്ഞ് ആ സമയത്ത് തന്നെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പിറകിലൂടെ വന്ന് മുഖം പൊത്തി പിന്നീട് ക്രൂരമർദ്ദനമാണ് ജയയ്ക്ക് ഏൽക്കേണ്ടി വന്നത്. എന്തായാലും ജയ ഇപ്പോൾ എറണാകുളത്തെ ലിസി ആശുപത്രിയിൽ ചികിത്സയിലാണ്, അത്യാഹിത വിഭാഗത്തിലാണ്. അല്പം ഗുരുതരമായ പരിക്കുകളാണ്, നട്ടെല്ലിനടക്കം ഗുരുതരമായ പരിക്കുകൾ ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ജയയുടെ സഹോദരിയുടെ ഭർത്താവ് സാനു ചേരുന്നുണ്ട്.
ചേട്ടാ എന്താണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്? ഡോക്ടർമാർ ഇപ്പോൾ പറയുന്നത് സ്കാൻ ചെയ്തതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. എങ്കിലും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ആൾക്ക് ഗുരുതരമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം നട്ടലിന് ക്ഷതമേറ്റിട്ടുണ്ട്, പിന്നെ ശ്വാസോദ്യത്തിന് തകരാറുണ്ട്, പക്വാരിയലിന് ഒടിവുണ്ട്, കൈക്കൊടിവുണ്ട്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ അനിയത്തി കിടക്കുന്നത്. അപ്പോൾ ഇതിന് എന്താണ് സംഭവിച്ചതെന്ന് അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ മറ്റ് അധികാരികൾ കണ്ടെത്തണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഈ യുവാക്കളെ ഇതുവരേക്കും കണ്ടു പരിചയമില്ല? ഒരു പരിചയമില്ല. കാരണം അനിയത്തിക്ക് യാതൊരുവിധ പരിചയമില്ല. 3 പേരായി. എങ്കിലും പരിചയമില്ലാത്തതുകൊണ്ട് രാത്രി ഓട്ടങ്ങളിൽ അങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാരെ കൂടി പോകാറില്ല. എന്നിട്ടും കാരണം രാവിലെ തുടങ്ങി ഒന്നിച്ച് ഓടിയ ഒരു ഇതിൻ്റെ പുറത്താണ് 10 മണിക്ക് വീണ്ടും വിളിച്ചപ്പോൾ അവൾ പോയത്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഇങ്ങനത്തെ കൂടുതൽ ഉദ്ദേശം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായത്. പോലീസ് എന്താണ്? പോലീസ് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പോലീസ് ഇവിടെ നിന്ന് അനിയടുത്ത് മൊഴിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ടോം, അങ്ങനെയാണ് കാര്യങ്ങൾ. ജയയുടെ സഹോദരിയുടെ ഭർത്താവ് സാനുവാണ് പ്രതികരിച്ചത്. ഇപ്പോഴും ഇവർക്ക് ആർക്കും വ്യക്തമല്ല ആരാണ് ഈ പ്രവൃത്തി ചെയ്തത്, എന്തിനാണ് ചെയ്തത്. ഈ 3 യുവാക്കൾ എവിടെയുള്ളവരാണെന്ന് പോലും കൃത്യമായി ഇവർക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജയയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഉടൻ തന്നെ യുവാക്കളെ പിടികൂടുമെന്നാണ് നമുക്കും അറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെ ദാരുണമായ സംഭവം. പകലായിക്കോട്ടെ അല്ലെങ്കിൽ രാത്രികാലത്തായിക്കോട്ടെ, നമ്മൾ ഈ അടുത്തിടയ്ക്കാണ് കളമശ്ശേരി സമാനമായ രീതിയിൽ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനുള്ളൊരു ശ്രമം ഉണ്ടായതായി, പിന്നീട് അത് കുതറി ഓടിയത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അതിനുശേഷം ആയിക്കോട്ടെ രാത്രിയും പകലും ഒന്നും സ്വന്തം തൊഴിൽ പോലും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് യുവതികൾക്ക് ഇവിടെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ജയയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെയാണ്. നട്ടെല്ലിനും വാരിയലിനും അടക്കം വലിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. അക്രമികളുടെ ലക്ഷ്യമെന്ന് അറിയണം. കളമശ്ശേരിയിൽ വ്യത്യസ്തമായ സ്വഭാവമാണ്. കാറിൽ തട്ടിക്കൊണ്ടുപോയി പോകാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത്. പക്ഷേ ഇവിടെ ഈ വൈപ്പിനിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഇവരുടെ ഏതെങ്കിലും ഇതിലുള്ള പ്രശ്നങ്ങൾ, തർക്കം ഈ ഓട്ടം വിളിച്ചവരുമായിട്ടുണ്ടായിരുന്നോ? ഇവരൊരു ലഹരി സംഘത്തിൽപ്പെട്ടവരാണോ? ലഹരിയുടെ, അതായത് മദ്യത്തിൻ്റെയോ ലഹരിയുടെയോ ആ ഒരു അടിമത്തത്തിൽ ഈ സ്ത്രീയെ ക്രൂരമായി മർദ്ദിച്ചതാണോ? അങ്ങനെ എന്തെങ്കിലും സംശയമുണ്ടോ നവമി? നമുക്ക് അവർ കുടുംബത്തോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഇവര് ലഹരി വല്ലതും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ജയ്ക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. കാരണം പരിചയമില്ലല്ലോ. പിന്നീട് രാത്രി 10 മണി കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റില്ല ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള. കാരണം രാവിലെ തുടങ്ങിയുള്ള ആ പരിചയത്തിൻ്റെ പുറത്ത് കൂടുതലൊന്നും. കാരണം ഒരു ബർത്ത്ഡേ പാർട്ടി ഇവർ സെലിബ്രേറ്റ് ചെയ്തതിന് ശേഷമാണ് വന്നതെന്നാണ് അനിയത്തി പറഞ്ഞത്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാകാം. ഇവര് ഈ പൈസ തർക്കവുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. കൃത്യമായി പൈസ കൊടുത്തു ആദ്യവട്ടം. രണ്ടാമത്തെ പ്രാവശ്യം പൈസ ചോദിച്ചപ്പോഴാണ് ഫോണിന്റെ ലൈറ്റ് ഓൺ ചെയ്യാൻ പറഞ്ഞത്. അതിനുശേഷമായിരുന്നു ആക്രമണം. ഇവരെവിടെയുള്ളവരാണെന്ന് വല്ലതും? ഇവരെ ആദ്യം ഒരാളോട് ചോദിച്ചപ്പോൾ വണ്ടിയിൽ അയാൾ വിളിച്ചപ്പോൾ ഉദയ കോളനിയിൽ നിന്ന് വരുന്നതാണെന്ന് പറയും. ഉദയ കോളനി എന്ന് പറയുന്നത് നമ്മുടെ ഈ കടവന്ത്ര ആ പരിസരത്തുള്ളതാണ്. ആ ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നതാണ്. കാരണം ഉദയ കോളനി മയക്കുമരുന്നും ഈ ഇതൊക്കെയുള്ള ഒരു ഏരിയയാണത്. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ യഥാർത്ഥ സംഭവത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് വരെ നമുക്ക് സംശയമുണ്ട്. കാരണം ഉദയ കോളനിയിലെ ആൾക്കാരെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മയക്കുമരുന്നും മറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയം ഗതി തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വേറെ എന്തോ കൂടെ ഉദ്ദേശമുണ്ട്. അതായിരിക്കണം സംഭവിച്ചേക്കുന്നത്. ഈ കുടുംബപരമായിട്ട് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ ജോലിയിടങ്ങളിലോ വല്ല പ്രശ്നം അങ്ങനെയോ? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ കുടുംബത്തിൽ ചില അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വ്യക്തമായിട്ട് എൻ്റെ വൈഫിനെ അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത്തരത്തിലൊരു ഭീഷണിയും ഇതിനു മുമ്പ് ഒന്നും ജയ പറഞ്ഞതായി കേട്ടിട്ടില്ല.
ടോം, ഇതിനു മുമ്പ് തന്നെ ഇത്തരത്തിലൊരു ഭീഷണിപ്പെടുത്തലോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. സാധാരണ പോലെ ഓട്ടം വരുന്നു, ഓട്ടം എടുക്കുന്നു, പിന്നീട് ആ യാത്രക്കാർ പലയിടങ്ങളിലേക്ക് പോകണമെന്ന് പറയുന്നു, ആദ്യവട്ടം പൈസ കൊടുക്കുന്നു, പിന്നീടാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇതിന്റെ ഒരു സത്യാവസ്ഥ ഇനി കണ്ടുപിടിക്കേണ്ടത് പോലീസാണ്. യുവാക്കളുടെ ഉദ്ദേശം എന്തായിരുന്നു? ഉദയ കോളനിയിൽ നിന്നുള്ള യുവാവാണെന്ന് ജയയോട് ആദ്യം പറഞ്ഞു, പക്ഷെ അത് സത്യമാണോ എന്ന് പോലും അറിയില്ല. എന്തായാലും പോലീസാണ് ഇതിന്റെ ഒരു അന്വേഷണം മുന്നോട്ട് ഇനി ഈ പ്രതികളെ കണ്ടെത്തേണ്ടത്. എന്തായാലും CCTV അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് കൊണ്ടിരിക്കുകയാണ് പോലീസ്. ഉടൻ തന്നെ പ്രതികളെ പിടികൂടുമെന്ന് നമുക്കും വിശ്വസിക്കാം. ടോം, കൊച്ചിയിൽ നിന്നും നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. വൈപ്പിനിലാണ് വനിതാ ഓട്ടോ ഡ്രൈവർക്ക് നേരെ 3 അംഗ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായത്. ഇപ്പോഴും സംഭവത്തിൽ പല ദുരൂഹതകളുമുണ്ട്. എന്താണ് ആക്രമണത്തിന് കാരണം? മറ്റേതെങ്കിലും തർക്കം ഇവർ തമ്മിലുണ്ടായിരുന്നോ? ഒരു കഞ്ചാവ് ലഹരിയിലാണോ ഇവർ ആക്രമിച്ചത്? തുടങ്ങിയ കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ അക്രമികളെ കണ്ടെത്താൻ, പ്രതികളെ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമായി പുരോഗമിക്കുകയാണ്. കൊലപാതക